എഡ്യൂക്കേഷൻ അക്കാദമിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കേരള PSCയുടെ വരുന്ന പരീക്ഷകൾക്കായിട്ട് നമ്മൾ മുൻകാല ചോദ്യപേപ്പറുകൾ നോക്കി വരികയാണ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് കേരള PSC 2018 നടത്തിയ ഒരു LGS പരീക്ഷയുടെ ചോദ്യപേപ്പറാണ്. ചോദ്യപേപ്പർ കോഡ് 64/2018. നമുക്ക് ചോദ്യപേപ്പറിലേക്ക് കടക്കാം. ആദ്യത്തെ ചോദ്യം, മിശ്രഭോജനം സംഘടിപ്പിച്ച കേരളത്തിലെ നവോത്ഥാന വിപ്ലവകാരി ആരാണ്? മിശ്രഭോജനം സംഘടിപ്പിച്ച കേരളത്തിലെ നവോത്ഥാന വിപ്ലവകാരി ആരാണ്? ഓപ്ഷൻ എ, സഹോദരൻ അയ്യപ്പൻ. ഇപ്പോഴത്തെ ഐക്യരാഷ്ട്രസഭ സെക്രട്ടറി ജനറൽ. ഇപ്പോഴത്തെ ഐക്യരാഷ്ട്രസഭ സെക്രട്ടറി ജനറൽ. ഓപ്ഷൻ സി, ആന്റോണിയോ ഗുട്ടറസ്. 1933 കേരളത്തിൽ ആദ്യമായി വൈദ്യുതീകരിക്കപ്പെട്ട പട്ടണം. 1933 കേരളത്തിൽ ആദ്യമായി വൈദ്യുതീകരിക്കപ്പെട്ട പട്ടണം. ഓപ്ഷൻ എ, തിരുവനന്തപുരം. ബ്ലാക്ക് ബെൽറ്റ് ഏതുമായി ബന്ധപ്പെട്ടതാണ്? ബ്ലാക്ക് ബെൽറ്റ് ഏതുമായി ബന്ധപ്പെട്ടതാണ്? ഓപ്ഷൻ ബി, കരാട്ടെ. കേരളവുമായി ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്ന സംസ്ഥാനം. കേരളവുമായി ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്ന സംസ്ഥാനം. ഓപ്ഷൻ ഡി, തമിഴ്നാട്. ഇന്ത്യയിൽ ആദ്യമായി ലോട്ടറി ആരംഭിച്ച സംസ്ഥാനം. ഇന്ത്യയിൽ ആദ്യമായി ലോട്ടറി ആരംഭിച്ച സംസ്ഥാനം. ഓപ്ഷൻ ഡി, കേരളം. ധാന്യവിളകളുടെ രാജാവ് എന്നറിയപ്പെടുന്ന വിള ഏതാണ്? ധാന്യവിളകളുടെ രാജാവ് എന്നറിയപ്പെടുന്ന വിള ഏതാണ്? ഓപ്ഷൻ ബി, നെല്ല്. ഇന്ത്യയുടെ സർവ്വസൈന്യാധിപൻ ആരാണ്? ഇന്ത്യയുടെ സർവ്വസൈന്യാധിപൻ ആരാണ്? ഓപ്ഷൻ സി, രാഷ്ട്രപതി. കേരളത്തിൽ ഏറ്റവും കൂടുതൽ തവണ മുഖ്യമന്ത്രിയായ വ്യക്തി. കേരളത്തിൽ ഏറ്റവും കൂടുതൽ തവണ മുഖ്യമന്ത്രിയായ വ്യക്തി. ഓപ്ഷൻ ഡി, കെ കരുണാകരൻ. തമിഴ്നാടിൻ്റെ ഔദ്യോഗിക മൃഗമേത്? തമിഴ്നാടിൻ്റെ ഔദ്യോഗിക മൃഗം. ഓപ്ഷൻ ഡി, വരയാട്. താഴെ പറയുന്നവയിൽ പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ് ഏതാണ്? താഴെ പറയുന്നവയിൽ പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ് ഏതാണ്? ഓപ്ഷൻ ഡി, സൗരോർജം. ഇന്ത്യയെ ചുറ്റി സ്ഥിതി ചെയ്യുന്ന സമുദ്രമേത്? ഇന്ത്യയെ ചുറ്റി സ്ഥിതി ചെയ്യുന്ന സമുദ്രം ഏത്? ഓപ്ഷൻ ബി, ഇന്ത്യൻ മഹാസമുദ്രം. ആര്യസമാജ സ്ഥാപകൻ ആരാണ്? ആര്യസമാജ സ്ഥാപകൻ ആരാണ്? ഓപ്ഷൻ ബി, ദയാനന്ദ സരസ്വതി. നമ്മുടെ ആമാശയരസത്തിലെ ആസിഡ് ഏതാണ്? നമ്മുടെ ആമാശയരസത്തിലെ ആസിഡ് ഏതാണ്? ഓപ്ഷൻ ബി, ഹൈഡ്രോക്ലോറിക് ആസിഡ്. സമരം തന്നെ ജീവിതം ആരുടെ ആത്മകഥയാണ്? സമരം തന്നെ ജീവിതം ആരുടെ ആത്മകഥയാണ്? ഓപ്ഷൻ എ, VS അച്യുതാനന്ദൻ. ത്രിഫലങ്ങളിൽ പെടാത്തത് ഏത്? ത്രിഫലങ്ങളിൽ പെടാത്തത് ഏത്? ഓപ്ഷൻ ബി, ജാതിക്ക. കേരളത്തിൽ ഏറ്റവും കൂടുതലുള്ള മണ്ണിനം ഏതാണ്? കേരളത്തിൽ ഏറ്റവും കൂടുതലുള്ള മണ്ണിനം ഏതാണ്? ഓപ്ഷൻ എ, ലാറ്ററൈറ്റ് മണ്ണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ തേയില ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏത്? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ തേയില ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏത്? ഓപ്ഷൻ സി, അസം. കബനി ഏത് നദിയുടെ പോഷക നദിയാണ്? കബനി ഏത് നദിയുടെ പോഷക നദിയാണ്? ഓപ്ഷൻ സി, കാവേരി. ലക്ഷദ്വീപ് സമൂഹത്തിൽ എത്ര ദ്വീപുകളുണ്ട്? ലക്ഷദ്വീപ് സമൂഹത്തിൽ എത്ര ദ്വീപുകളുണ്ട്? ഓപ്ഷൻ ബി, 36. കാക്രപ്പാറ ആണവ വൈദ്യുത നിലയം ഏത് സംസ്ഥാനത്താണ്? കാക്രപ്പാറ ആണവ വൈദ്യുത നിലയം ഏത് സംസ്ഥാനത്താണ്? ഓപ്ഷൻ എ, ഗുജറാത്ത്.
താഴെ പറയുന്നവയിൽ ഇന്ത്യയുടെ പടിഞ്ഞാറ് തീരത്തുള്ള തുറമുഖം ഏതാണ്? താഴെ പറയുന്നവയിൽ ഇന്ത്യയുടെ പടിഞ്ഞാറ് തീരത്തുള്ള തുറമുഖം ഏതാണ്? ഓപ്ഷൻ ബി മംഗലാപുരം. വയനാട്ടിലെ കുറിച്യ കലാപം നയിച്ചതാര്? വയനാട്ടിലെ കുറിച്യ കലാപം നയിച്ചതാര്? ഓപ്ഷൻ ഡി രാമനമ്പി. പാർലമെന്റിന്റെ ഇരുസഭകളുടെയും സംയുക്ത സമ്മേളനത്തിൽ അധ്യക്ഷം വഹിക്കുന്നത് ആരാണ്? പാർലമെന്റിന്റെ ഇരുസഭകളുടെയും സംയുക്ത സമ്മേളനത്തിൽ അധ്യക്ഷം വഹിക്കുന്നത് ആരാണ്? ഓപ്ഷൻ ഡി ലോക്സഭ സ്പീക്കർ. ഭൂമിയെ 2 അർദ്ധഗോളങ്ങളായി വിഭജിക്കുന്ന അക്ഷാംശരേഖ ഏത്? ഭൂമിയെ 2 അർദ്ധഗോളങ്ങളായി വിഭജിക്കുന്ന അക്ഷാംശരേഖ ഏത്? ഓപ്ഷൻ സി ഭൂമധ്യരേഖ. ഭൂമിയുടെ ഏറ്റവും അടുത്ത ആകാശഗോളം ഏതാണ്? ഭൂമിയോട് ഏറ്റവും അടുത്ത ആകാശഗോളം ഏതാണ്? ഓപ്ഷൻ എ ചന്ദ്രൻ. ഏറ്റവും കൂടുതൽ ഭാഷകൾ സംസാരിക്കുന്ന കേരളത്തിലെ ജില്ല ഏതാണ്? ഏറ്റവും കൂടുതൽ ഭാഷകൾ സംസാരിക്കുന്ന കേരളത്തിലെ ജില്ല ഏതാണ്? ഓപ്ഷൻ സി കാസർഗോഡ്. കേരളത്തിൽ വീടുകളിൽ ഉപയോഗിക്കുന്ന കറണ്ടിൻ്റെ വോൾട്ടേജ് എത്ര? കേരളത്തിൽ വീടുകളിൽ ഉപയോഗിക്കുന്ന കറണ്ടിൻ്റെ വോൾട്ടേജ് എത്ര? ഓപ്ഷൻ ഡി 230 വോൾട്ട്. ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഉപരാഷ്ട്രപതി? ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഖറാണ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഉപരാഷ്ട്രപതി. ഇന്ത്യയുടെ ദേശീയ ഗാനമായ ജനഗണമന ഏതു ഭാഷയിലാണ്? ഇന്ത്യയുടെ ദേശീയ ഗാനമായ ജനഗണമന ഏത് ഭാഷയിലാണ്? ഓപ്ഷൻ സി ബംഗാളി. ആനി ബസന്റ് സ്ഥാപിച്ച സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനം ഏതാണ്? ആനി ബസന്റ് സ്ഥാപിച്ച സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനം ഏതാണ്? ഓപ്ഷൻ ഡി തിയോസഫിക്കൽ സൊസൈറ്റി. ഇംഗ്ലീഷ് ഔദ്യോഗിക ഭാഷയായ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ഇംഗ്ലീഷ് ഔദ്യോഗിക ഭാഷയായ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ഓപ്ഷൻ സി നാഗാലാൻഡ്. രാജ്യങ്ങൾ ഒന്നുമില്ലാത്ത ഭൂഖണ്ഡം ഏതാണ്? രാജ്യങ്ങൾ ഒന്നും ഇല്ലാത്ത ഭൂഖണ്ഡം ഏതാണ്? ഓപ്ഷൻ എ അന്റാർട്ടിക്ക. ലോക ജലദിനം? ലോക ജലദിനം ഓപ്ഷൻ ബി മാർച്ച് 22. വലിപ്പത്തിൽ ലോകരാജ്യങ്ങൾക്കിടയിൽ എത്രാം സ്ഥാനമാണ് ഇന്ത്യക്ക്? വലിപ്പത്തിൽ ലോകരാജ്യങ്ങൾക്കിടയിൽ എത്രാം സ്ഥാനമാണ് ഇന്ത്യക്ക്? ഓപ്ഷൻ എ 7ാം സ്ഥാനം. മഹാത്മാഗാന്ധിയെക്കുറിച്ച് എൻ്റെ ഗുരുനാഥൻ എന്ന കവിത എഴുതിയത് ആരാണ്? മഹാത്മാഗാന്ധിയെക്കുറിച്ച് എൻ്റെ ഗുരുനാഥൻ എന്ന കവിത എഴുതിയത് ആരാണ്? ഓപ്ഷൻ ബി വള്ളത്തോൾ നാരായണമേനോൻ. കേരളത്തിൽ കുടുംബശ്രീ പദ്ധതി ആദ്യമായി നടപ്പിലാക്കിയത് ഏത് ജില്ലയിൽ? കേരളത്തിൽ കുടുംബശ്രീ പദ്ധതി ആദ്യമായി നടപ്പിലാക്കിയത് ഏത് ജില്ലയിലാണ്? ഓപ്ഷൻ എ മലപ്പുറം. 2016 മികച്ച നടനുള്ള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് വിനായകന് ലഭിച്ചത് ഏത് സിനിമയിലെ അഭിനയത്തിനാണ്? 2016 മികച്ച നടനുള്ള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് വിനായകന് ലഭിച്ചത് ഏത് സിനിമയിലെ അഭിനയത്തിനാണ്? ഓപ്ഷൻ ഡി കമ്മട്ടിപ്പാടം. 2022 മികച്ച നടനുള്ള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് ലഭിച്ചത് മമ്മൂട്ടിക്കാണ്. നൻപകൽ നേരത്ത് മയക്കം എന്ന ചിത്രത്തിലെ പ്രകടനത്തിനാണ് മമ്മൂട്ടിക്ക് അവാർഡ് ലഭിച്ചത്. മൗണ്ട് അബു എന്ന സുഖവാസ കേന്ദ്രം ഏത് സംസ്ഥാനത്താണ്? മൗണ്ട് അബു എന്ന സുഖവാസ കേന്ദ്രം ഏത് സംസ്ഥാനത്താണ്? ഓപ്ഷൻ സി രാജസ്ഥാൻ. ഇന്ത്യയുടെ സമുദ്രതീരം കാത്തു സംരക്ഷിക്കുന്ന സേനാ വിഭാഗം ഏതാണ്? ഇന്ത്യയുടെ സമുദ്രതീരം കാത്തു സംരക്ഷിക്കുന്ന സേനാ വിഭാഗം ഏതാണ്? ഓപ്ഷൻ എ കോസ്റ്റ് ഗാർഡ്. വടക്ക് കിഴക്കൻ മൺസൂണിന് കേരളത്തിൽ അറിയപ്പെടുന്ന പേര്?
വടക്ക് കിഴക്കൻ മൺസൂണിന് കേരളത്തിൽ അറിയപ്പെടുന്ന പേര്? ഓപ്ഷൻ ഡി തുലാവർഷം. താഴെ പറയുന്നതിൽ ഹരിതഗൃഹവാതകം ഏതാണ്? താഴെ പറയുന്നതിൽ ഹരിതഗൃഹവാതകം ഏതാണ്? ഓപ്ഷൻ സി കാർബൺ ഡൈ ഓക്സൈഡ്. ജാതി വേണ്ട മതം വേണ്ട മനുഷ്യന് എന്ന് പറഞ്ഞതാര്? ജാതി വേണ്ട മതം വേണ്ട മനുഷ്യന് എന്ന് പറഞ്ഞതാര്? ഓപ്ഷൻ ഡി സഹോദരൻ അയ്യപ്പൻ. കൊട്ടാരങ്ങളുടെ നഗരം എന്നറിയപ്പെടുന്ന ഇന്ത്യൻ നഗരം? കൊട്ടാരങ്ങളുടെ നഗരം എന്നറിയപ്പെടുന്ന ഇന്ത്യൻ നഗരം? ഓപ്ഷൻ ബി കൊൽക്കത്ത. രാംനാഥ് കോവിന്ദ് രാഷ്ട്രപതിയാകുന്നതിന് മുമ്പ് ഏത് സംസ്ഥാനത്തെ ഗവർണറായിരുന്നു? രാംനാഥ് കോവിന്ദ് രാഷ്ട്രപതിയാകുന്നതിന് മുമ്പ് ഏത് സംസ്ഥാനത്തെ ഗവർണറായിരുന്നു? ഓപ്ഷൻ സി ബീഹാർ. സലിം അലി ഏത് മേഖലയിൽ പ്രശസ്തനാണ്? സലിം അലി ഏത് മേഖലയിൽ പ്രശസ്തനാണ്? ഓപ്ഷൻ ബി പക്ഷി നിരീക്ഷകൻ. വാഹനങ്ങൾക്ക് ഒറ്റത്തവണ നികുതി അടയ്ക്കുന്നതിന് സൗകര്യം നൽകുന്നത് എത്ര വർഷത്തേക്ക്? വാഹനങ്ങൾക്ക് ഒറ്റത്തവണ നികുതി അടയ്ക്കുന്നതിന് സൗകര്യം നൽകുന്നത് എത്ര വർഷത്തേക്ക്? ഓപ്ഷൻ സി 15 വർഷം. കേരളത്തിൽ എത്ര നദികളുണ്ട്? കേരളത്തിൽ എത്ര നദികൾ ഉണ്ട്? ഓപ്ഷൻ സി 44. കേരള ഹൈക്കോടതിയുടെ ആസ്ഥാനം? കേരള ഹൈക്കോടതിയുടെ ആസ്ഥാനം? ഓപ്ഷൻ എ എറണാകുളം. ഇന്ത്യയുടെ ഏറ്റവും പടിഞ്ഞാറ് ഭാഗത്തുള്ള സംസ്ഥാനം? ഇന്ത്യയുടെ ഏറ്റവും പടിഞ്ഞാറ് ഭാഗത്തുള്ള സംസ്ഥാനം? ഓപ്ഷൻ ബി ഗുജറാത്ത്. ഗാന്ധിജി ജനിച്ച സംസ്ഥാനം? ഗാന്ധിജി ജനിച്ച സംസ്ഥാനം? ഓപ്ഷൻ എ ഗുജറാത്ത്. പാലരുവി വെള്ളച്ചാട്ടം ഏത് ജില്ലയിൽ? പാലരുവി വെള്ളച്ചാട്ടം ഏത് ജില്ലയിൽ? ഓപ്ഷൻ ബി കൊല്ലം. 2017 ഇന്ത്യയിൽ നടന്ന ഫിഫ അണ്ടർ 17 വേൾഡ് കപ്പ് ഫുട്ബോൾ മത്സരത്തിൽ വിജയിച്ച രാജ്യം? 2017 ഇന്ത്യയിൽ നടന്ന ഫിഫ അണ്ടർ 17 വേൾഡ് കപ്പ് ഫുട്ബോൾ മത്സരത്തിൽ വിജയിച്ച രാജ്യം? ഓപ്ഷൻ എ ഇംഗ്ലണ്ട്. 2023 ഫിഫ അണ്ടർ 17 വേൾഡ് കപ്പ് ഫുട്ബോൾ മത്സരത്തിൽ വിജയിച്ച രാജ്യം ജർമ്മനിയാണ്. ലക്ഷദ്വീപിലെ ജനങ്ങൾ സംസാരിക്കുന്ന ഭാഷ? ലക്ഷദ്വീപിലെ ജനങ്ങൾ സംസാരിക്കുന്ന ഭാഷ? ഓപ്ഷൻ എ മലയാളം. ഹരിത വിപ്ലവത്തിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഉൽപാദന വർധനവുണ്ടായ വിള ഏത്? ഹരിത വിപ്ലവത്തിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഉൽപാദന വർധനവ് ഉണ്ടായ വിള ഏത്? ഓപ്ഷൻ ബി ഗോതമ്പ്. മാഹി ഏത് രാജ്യത്തിൻ്റെ കോളനിയായിരുന്നു? മാഹി ഏത് രാജ്യത്തിൻ്റെ കോളനിയായിരുന്നു? ഓപ്ഷൻ ഡി ഫ്രാൻസ്. വാഗൺ ദുരന്തം നടന്നത് ഏത് വർഷം? വാഗൺ ദുരന്തം നടന്നത് ഏത് വർഷം? ഓപ്ഷൻ സി 1921. കേരള സംസ്ഥാന വനിതാ കമ്മീഷൻ്റെ ആദ്യത്തെ അധ്യക്ഷ? കേരള സംസ്ഥാന വനിതാ കമ്മീഷൻ്റെ ആദ്യത്തെ അധ്യക്ഷ? ഓപ്ഷൻ ഡി സുഗതകുമാരി. ചൈൽഡ് മാരേജ് ആക്ട് പ്രകാരം ഇന്ത്യയിൽ ആൺകുട്ടികളുടെ ഏറ്റവും കുറഞ്ഞ വിവാഹപ്രായം? ചൈൽഡ് മാരേജ് ആക്ട് പ്രകാരം ഇന്ത്യയിൽ ആൺകുട്ടികളുടെ ഏറ്റവും കുറഞ്ഞ വിവാഹപ്രായം? ഓപ്ഷൻ ഡി 21. ഒരു ബിൽ പാസ്സാകുന്നതിന് പാർലമെൻറ്റിൻ്റെ ഓരോ സഭയിലും എത്ര പ്രാവശ്യം വായിക്കണം? ഒരു ബിൽ പാസ്സാകുന്നതിന് പാർലമെൻറ്റിൻ്റെ ഓരോ സഭയിലും എത്ര പ്രാവശ്യം വായിക്കണം? ഓപ്ഷൻ ബി 3 തവണ. മാത്സ് ചോദ്യങ്ങൾ നമുക്ക് വീഡിയോയുടെ അവസാനം നോക്കാം. നിശ്ചിത ആകൃതിയുണ്ട്, സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമുണ്ട്, ഭാരമുണ്ട്, ഇത് ഏത് അവസ്ഥയാണ്? നിശ്ചിത ആകൃതിയുണ്ട്, സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമുണ്ട്, ഭാരമുണ്ട്, ഇത് ഏത് അവസ്ഥയാണ്? ഓപ്ഷൻ ബി ഖരം. ഒരു ഭൂപടത്തിൻ്റെ മുകൾ ഭാഗം ഏത് ദിക്കിനെയാണ് സൂചിപ്പിക്കുന്നത്? ഒരു ഭൂപടത്തിൻ്റെ
മുകൾ ഭാഗം ഏത് ദിക്കിനെയാണ് സൂചിപ്പിക്കുന്നത്? ഓപ്ഷൻ ഡി വടക്ക്. ചിത്രങ്ങളും സന്ദേശങ്ങളും ഫോൺ സന്ദേശവും കൈമാറാൻ പറ്റുന്ന ഉപകരണം. ചിത്രങ്ങളും സന്ദേശങ്ങളും ഫോൺ സന്ദേശവും കൈമാറാൻ പറ്റുന്ന ഉപകരണം. ഓപ്ഷൻ എ ഫാക്സ്. സാർവിക ലായകം എന്നറിയപ്പെടുന്നത് ഏത്? സാർവിക ലായകം എന്നറിയപ്പെടുന്നത് ഏത്? ഓപ്ഷൻ സി വെള്ളം. വാതകങ്ങൾ തണുത്ത് ദ്രാവകമാകുന്ന പ്രക്രിയയ്ക്ക് പറയുന്ന പേര്. വാതകങ്ങൾ തണുത്ത് ദ്രാവകമാകുന്ന പ്രക്രിയയ്ക്ക് പറയുന്ന പേര്. ഓപ്ഷൻ എ സാന്ദ്രീകരണം. പ്രകാശം പൂർണ്ണമായും കടത്തിവിടുന്ന വസ്തുക്കൾ. പ്രകാശം പൂർണ്ണമായും കടത്തിവിടുന്ന വസ്തുക്കൾ. ഓപ്ഷൻ ബി സുതാര്യ വസ്തുക്കൾ. ആദ്യമായി ചന്ദ്രനിൽ കാലുകുത്തിയ ആൾ. ആദ്യമായി ചന്ദ്രനിൽ കാലുകുത്തിയ ആൾ. ഓപ്ഷൻ ഡി നീൽ ആംസ്ട്രോങ്. ലഘുയന്ത്രങ്ങളിൽ നാം പ്രയോഗിക്കുന്ന ബലം. ലഘുയന്ത്രങ്ങളിൽ നാം പ്രയോഗിക്കുന്ന ബലം. ഓപ്ഷൻ എ യത്നം. ടെലിഫോൺ കണ്ടുപിടിച്ചത് ആര്? ടെലിഫോൺ കണ്ടുപിടിച്ചത് ആരാണ്? ഓപ്ഷൻ സി അലക്സാണ്ടർ ഗ്രഹാം ബെൽ. നാടിൻ്റെ പൊതു ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനുള്ള ചുമതലയില്ലാത്ത സ്ഥാപനം. നാടിൻ്റെ പൊതു ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനുള്ള ചുമതലയില്ലാത്ത സ്ഥാപനം. ഓപ്ഷൻ ഡി കുടുംബശ്രീ. ജീവകം എയുടെ കുറവ് മൂലം മനുഷ്യരിലുണ്ടാകുന്ന രോഗമേത്? ജീവകം എയുടെ കുറവ് മൂലം മനുഷ്യരിലുണ്ടാകുന്ന രോഗമേത്? ഓപ്ഷൻ ഡി നിശാന്തത. സസ്യങ്ങൾക്ക് പച്ചനിറം നൽകുന്ന വർണ്ണവസ്തു ഏത്? സസ്യങ്ങൾക്ക് പച്ചനിറം നൽകുന്ന വർണ്ണവസ്തു ഏത്? ഓപ്ഷൻ എ ഹരിതകം. മനുഷ്യ ശരീരത്തിലെ അസ്ഥികളുടെ എണ്ണം എത്ര? മനുഷ്യ ശരീരത്തിലെ അസ്ഥികളുടെ എണ്ണം എത്ര? ഓപ്ഷൻ ബി 206. ഒരു ആവാസ വ്യവസ്ഥയിലെ ഉൽപാദകർ ആരാണ്? ഒരു ആവാസ വ്യവസ്ഥയിലെ ഉൽപാദകർ ആരാണ്? ഓപ്ഷൻ സി ഹരിതസസ്യങ്ങൾ. കാറ്റിലൂടെ പരാഗണം നടത്തുന്ന സസ്യമേത്? കാറ്റിലൂടെ പരാഗണം നടത്തുന്ന സസ്യം ഏത്? ഓപ്ഷൻ സി നെല്ല്. മൂന്നാറിലെ രാജമല ഏത് ജീവിയുടെ സംരക്ഷണ കേന്ദ്രമാണ്? മൂന്നാറിലെ രാജമല ഏത് ജീവിയുടെ സംരക്ഷണ കേന്ദ്രമാണ്? ഓപ്ഷൻ എ വരയാട്. മനുഷ്യകോശത്തിലെ ക്രോമസോമുകളുടെ എണ്ണം എത്ര? മനുഷ്യകോശത്തിലെ ക്രോമസോമുകളുടെ എണ്ണം എത്ര? ഓപ്ഷൻ ബി 23 ജോഡി. ക്യൂലെക്സ് കൊതുകുകളിലൂടെ പകരുന്ന രോഗമേത്? ക്യൂലെക്സ് കൊതുകുകളിലൂടെ പകരുന്ന രോഗം ഏതാണ്? ഓപ്ഷൻ എ മന്ത്. മനുഷ്യനിൽ ദഹനം എവിടെ വെച്ച് ആരംഭിക്കുന്നു? മനുഷ്യനിൽ ദഹനം എവിടെ വെച്ച് ആരംഭിക്കുന്നു? ഓപ്ഷൻ ഡി വായ. പയർ ചെടിയുടെ വേരുകളിൽ കാണുന്ന ബാക്ടീരിയ ഏത്? പയർ ചെടിയുടെ വേരുകളിൽ കാണുന്ന ബാക്ടീരിയ ഏത്? ഓപ്ഷൻ എ റൈസോബിയം. അടുത്തതായി മാത്സ് ചോദ്യങ്ങൾ നോക്കാം. ഒരു സംഖ്യയുടെ 50% സമം 100 എങ്കിൽ സംഖ്യ ഏത്? ഒരു സംഖ്യയുടെ 50% സമം 100 എങ്കിൽ സംഖ്യ ഏത്? ഓപ്ഷൻ എ 200. 10 പൈസ 10 രൂപയുടെ എത്ര ശതമാനമാണ്? 10 പൈസ 10 രൂപയുടെ എത്ര ശതമാനമാണ്? ഓപ്ഷൻ സി 1%. 40 മീറ്റർ നീളവും 30 മീറ്റർ വീതിയുമുള്ള ഒരു കുളത്തിൻ്റെ ചുറ്റളവ് എത്ര? 40 മീറ്റർ നീളവും 30 മീറ്റർ വീതിയുമുള്ള ഒരു കുളത്തിൻ്റെ ചുറ്റളവ് എത്ര? ഓപ്ഷൻ ബി 140 മീറ്റർ. കിച്ചു 4 പെൻസിൽ 11 രൂപയ്ക്ക് വാങ്ങുന്നു എങ്കിൽ ഒരു ഡസൻ പെൻസിൽ വാങ്ങാൻ എത്ര രൂപ വേണം? കിച്ചു 4 പെൻസിൽ 11 രൂപയ്ക്ക് വാങ്ങുന്നുവെങ്കിൽ ഒരു ഡസൻ പെൻസിൽ വാങ്ങാൻ എത്ര രൂപ വേണം? ഓപ്ഷൻ ഡി 33.
അമ്മു ശനിയാഴ്ച 10:15 PM ഉറങ്ങി അടുത്ത ദിവസം 6:30 AM എഴുന്നേറ്റുവെങ്കിൽ അവൾ എത്ര മണിക്കൂർ ഉറങ്ങി? ഓപ്ഷൻ സി 8 മണിക്കൂർ 15 മിനിറ്റ്. 1 കിലോമീറ്റർ എത്ര മീറ്റർ? 1 കിലോമീറ്റർ എത്ര മീറ്റർ? ഓപ്ഷൻ ബി 1000. 100 മില്ലിമീറ്റർ സമം 100 മില്ലിമീറ്റർ സമം ഓപ്ഷൻ എ 10 സെൻറ്റിമീറ്റർ. 7 കിലോഗ്രാം സമം ഡാഷ് ഗ്രാം. 7 കിലോഗ്രാം സമം ഡാഷ് ഗ്രാം. ഓപ്ഷൻ ഡി 7000. 1 ലക്ഷത്തിൽ എത്ര 100 ഉണ്ട്? 1 ലക്ഷത്തിൽ എത്ര 100 ഉണ്ട്? ഓപ്ഷൻ സി 1000. 10 × 10 ഹരണം 10 × 10 സമം 10 × 10 ഹരണം 10 × 10 സമം ഓപ്ഷൻ ബി 100. 1200 രൂപ വീതം വിലയുള്ള 4 കസേരയ്ക്കും 2800 രൂപ വിലയുള്ള ഒരു മേശയ്ക്കും കൂടി ആകെ വില എത്ര? ഓപ്ഷൻ ഡി 7600 രൂപ. 12 പേർ ചേർന്ന ഒരു സംഘം ഒരു യാത്രയ്ക്ക് പോയി. ആകെ 5940 രൂപ ചെലവായി. ചെലവ് 12 പേർക്കും തുല്യമായി വീതിക്കുകയാണെങ്കിൽ ഓരോരുത്തർക്കും എത്ര രൂപ ചെലവ് വരും? ഓപ്ഷൻ സി 495. ഒരു സ്കൂളിൽ 8, 9, 10 ക്ലാസ്സുകളിലായി ആകെ 876 കുട്ടികളുണ്ട്. 10ാം ക്ലാസ്സിലാകെ 292 കുട്ടികളാണുള്ളത്. എങ്കിൽ 8, 9 ക്ലാസ്സുകളിലായി ആകെ എത്ര കുട്ടികൾ ഉണ്ട്? ഓപ്ഷൻ എ 584. അപ്പുവിൻ്റെ ഇപ്പോഴത്തെ വയസ്സിനേക്കാൾ 22 കൂടുതലാണ് അവൻ്റെ അമ്മയുടെ വയസ്സ്. അപ്പുവിന് 4 വർഷം കഴിയുമ്പോഴുള്ള വയസ്സ് 17 എങ്കിൽ അമ്മയുടെ ഇപ്പോഴത്തെ വയസ്സ് എത്ര? ഓപ്ഷൻ എ 35. 7 കുപ്പികളിലായി 1/4 ലിറ്റർ വീതം പാലുണ്ട്. ഇത് എല്ലാം ഒരു പാത്രത്തിൽ ഒഴിച്ചാൽ ആകെ എത്ര ലിറ്റർ പാലുണ്ടാകും? ഓപ്ഷൻ ഡി 1/3/4. ഒരു ത്രികോണത്തിൻ്റെ ചുറ്റളവ് 40 സെൻറ്റിമീറ്റർ. ഇതിൻ്റെ 2 വശങ്ങൾ 18 സെൻറ്റിമീറ്റർ 12 സെൻറ്റിമീറ്റർ ആണെങ്കിൽ മൂന്നാമത്തെ വശം എത്ര സെൻറ്റിമീറ്റർ? ഓപ്ഷൻ ബി 10. ഒരു ചതുരത്തിൻ്റെ നീളവും വീതിയും കൂട്ടിയാൽ 10 സെൻറ്റിമീറ്റർ കിട്ടുമെങ്കിൽ ചുറ്റളവ് എത്ര സെൻറ്റിമീറ്റർ? ഓപ്ഷൻ എ 20. രാമു കിലോഗ്രാമിന് 32 രൂപ വിലയുള്ള 5 കിലോഗ്രാം അരിയും 45 രൂപയ്ക്ക് 1 കിലോഗ്രാം പഞ്ചസാരയും 98 രൂപയ്ക്ക് വെളിച്ചെണ്ണയും വാങ്ങി. 500 രൂപ കൊടുത്താൽ രാമുവിന് എത്ര രൂപ തിരിച്ചു കിട്ടും? ഓപ്ഷൻ സി 197. മധു ബാങ്കിൽ നിന്ന് 2000 രൂപ പിൻവലിച്ചപ്പോൾ മുഴുവനും 10 രൂപ നോട്ടുകളായാണ് കിട്ടിയത്. ആകെ നോട്ടുകളുടെ എണ്ണം? ഓപ്ഷൻ ഡി 200. ലൈല ദിവസേന 6 ലിറ്റർ പാൽ മിൽക്ക് സൊസൈറ്റിയിൽ കൊടുക്കുന്നു. 1 ലിറ്റർ പാലിന് 50 രൂപ കിട്ടുമെങ്കിൽ ഒരാഴ്ചയിൽ ലൈലയ്ക്ക് എത്ര രൂപ അവിടെ നിന്ന് ലഭിക്കും? ഓപ്ഷൻ ബി 2100. ഇത്രയുമാണ് ചോദ്യങ്ങൾ. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.